ബിഗ് ബോസ് ഇന്ന് ഹൗസ്മേറ്റ്സിന് എല്ലാവർക്കും ഒരു ഫണ്ണായിട്ടുള്ള ഡെയിലി ടാസ്ക് ആയിരുന്നു നൽകിയിരുന്നത്. തൊട്ടാൽ പൊട്ടി എന്നായിരുന്നു ഡെയിലി ടാസ്കിന്റെ പേര്. ടാസ്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കയ്യിൽ കൊടുത്തിരിക്കുന്ന ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുക എന്നതായിരുന്നു ടാസ്ക്. ബെഡ്റൂമും ബാത്റൂം ഏരിയയും ഒഴികെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നുകൊണ്ടായിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. നെവിൻ ആണെങ്കിൽ ബലൂൺ കിട്ടിയ ഉടനെ തന്നെ പുറത്തോട്ടോടി. എന്നിട്ട് സ്മോക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. ആ സമയം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ബലൂൺ അങ്ങനെ എവിടെയും ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല, കയ്യിൽ തന്നെ സൂക്ഷിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ശരിക്കും എല്ലാവരും ഒന്ന് ചിരിച്ചു കളിച്ച് ആർമാദിച്ചൊരു ടാസ്ക് തന്നെയായിരുന്നു. ടാസ്കിനിടയിൽ നെവിനെ കാണാനായിരുന്നു ശരിക്കും ഫണ്ണായിരുന്നത്. നെവിന്റെ ബലൂൺ പൊട്ടിക്കുവാൻ വേണ്ടി ആരെങ്കിലും വരുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ സ്മോക്കിംഗ് റൂമിൽ കയറി ഒളിക്കുമായിരുന്നു നെവിൻ. അത് കണ്ടിരിക്കുവാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നെവിൻ വീണ്ടും പമ്മി പമ്മി പുറത്തോട്ടേക്ക് വരും. എന്നിട്ട് ആരെങ്കിലും കണ്ട പിന്നെയും ഓടും. ഒരുപാട് നേരമായിരുന്നു ആ ഫണ്ണ് ഉണ്ടായിരുന്നത്. അവസാനം നെവിൻ സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ബലൂൺ സ്വയം അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. ടാസ്കിൽ നിന്ന് ഓരോരുത്തരായി പുറത്താവാൻ തുടങ്ങി. അവസാനം അവശേഷിച്ചത് ഉറ്റ സുഹൃത്തുക്കളായ അനീഷും ഷാനവാസുമായിരുന്നു. അവർ രണ്ടുപേരുമായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഫൈറ്റ്. ഒരുപാട് നേരമായിരുന്നു അവർ പരസ്പരം ബലൂൺ പൊട്ടിക്കുവാൻ വേണ്ടി കളിച്ചുകൊണ്ടിരുന്നത്. ഹൗസ്മേറ്റ്സ് എല്ലാവരും പറഞ്ഞു ഇത് ഒരു ഇൻഡ്യൂറൻസ് ടാസ്ക് ആയി മാറുമോ എന്ന്. കാരണം അവർക്ക് തന്നെ കണ്ടിട്ട് ബോറടിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവസാനം അനീഷ് ഷാനവാസിന്റെ ബലൂൺ എടുത്ത് തട്ടിക്കളഞ്ഞു. ആ ഗ്യാപ്പിൽ ഷാനവാസ് അനീഷിന്റെ ബലൂൺ പൊട്ടിക്കുകയും ഷാനവാസ് വിജയിക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന വീടിനെ ഉണർത്തിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു ഇത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.